മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഗ്രാമസഭ നടന്നത്. ഭിന്നശേഷി ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026-27 മുതൽ 2030-31 വരെയുള്ള 5 വർഷത്തേക്ക് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ അവർക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ പങ്കെടുത്ത കലോത്സവം കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടത്ര കവലയിലുള്ള പള്ളിയുടെ പാരീസ് ഹാളിൽ വിപുലമായ ആഘോഷങ്ങളോടെ നമ്മൾ നടത്തുകയുണ്ടായി. എല്ലാ വർഷവും ആ കലോത്സവം കൂടുതൽ ഗംഭീരമായി നടത്താനാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യപ്പെടുന്നത്. അതുപോലെ ഈ വരുന്ന വർഷം ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവർക്ക് എന്തൊക്കെയാണ് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുക, പ്രത്യേകിച്ച് ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങൾ, അവരെ സഹായിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ. കാരണം ഒത്തിരി വർഷങ്ങളായി ഇപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നടത്തിയിട്ട്, അപ്പൊ നല്ലൊരു മെഡിക്കൽ ടീമിനെ കൊണ്ടുവന്ന് ഏറ്റവും കാര്യക്ഷമമായ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈസ്മൻസ് ഹാളിൽ നടന്ന ഗ്രാമസഭയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി കാറുകുളം അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൂക്കോസ് മാക്കിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിസി സാജൻ, ജനപ്രതിനിധികളായ CM ജോർജ്, രാജേഷ് തങ്കപ്പൻ, ICDS സൂപ്പർവൈസർ ശ്രീവിദ്യ, ഭിന്നശേഷി കോർഡിനേറ്റർ തോമസ് കൊറ്റേടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരും പ്രതിനിധികളും യോഗത്തിൽ പങ്കുചേർന്നു.